ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീ സുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ. വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് അവരുടെ ലാഭാധിപനാണ്, അവരുടെ ലാഭം ചിന്തിക്കണം. മറ്റൊന്ന് അവരുടെ ശത്രുഭാവമാണ്, 6-ാം ഭാവമാണ്, രോഗഭാവമാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ അത് ദിഗ്ബലവാനാണ്. 4-ൽ ശുക്രൻ വന്നാലും വ്യാഴം വന്നാലും അതിന് ദിഗ്ബലം ഉണ്ടാകും. ഇവിടെ 4-ാം ഭാവത്തിൽ ദിഗ്ബലവാനായി നിൽക്കുന്ന ശുക്രൻ നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ശുക്രൻ ലാഭാധിപനാണെന്ന് ഞാൻ പറഞ്ഞു. എന്തിൻ്റെയൊക്കെ ലാഭം ഉണ്ടാക്കും ശുക്രൻ? ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ ഏറ്റവും നല്ല സമയമാണ്. പരസ്പരം പോരടിച്ചിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ്, ഒരുപക്ഷെ പിണങ്ങി നിൽക്കുന്ന അമ്മാമന്മാർ, മരുമക്കൾ, ഇവരൊക്കെ തന്നെ വീണ്ടും ഒരു വിവാഹത്തിന് ഒത്തുകൂടുന്നു. വീണ്ടും ഇവർ ഒന്നിച്ച് കാണുന്നു. അപ്രകാരം കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ മാറ്റി നല്ലൊരു ശ്രേയസ്സോടുകൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും പഴയതൊക്കെ വൈരാഗ്യം മറക്കുവാനും ഈ ഒരു ശുക്രൻ വളരെ സഹായകരമായ ഒരു നില പ്രദാനം ചെയ്യും. ആർക്ക്? ധനുരാശിക്കാർ. വീട് ചിന്തിക്കുന്നവർക്ക്, ഭൂമി ചിന്തിക്കുന്നവർക്ക്, വാഹനം ചിന്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ, ഫർണിച്ചറുകൾ, ഇതൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക്, വീട് മോഡിഫൈ ചെയ്യാൻ, പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അപ്രകാരം തന്നെ വീട്ടിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുക, അങ്ങനെ വീട് മോഡിഫൈ ചെയ്യാൻ, റെനോവേറ്റ് ചെയ്യാനൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. അതിനുവേണ്ട സാമ്പത്തിക സ്രോതസ്സും ഈ ശുക്രൻ തരും. ഇവിടെ ധർമ്മദൈവ സങ്കേതങ്ങൾ യഥാശക്തി ധർമ്മദൈവങ്ങളെ പ്രീതി നടത്തി സന്തോഷിപ്പിക്കണം. ധർമ്മദൈവങ്ങളെ അനുഗ്രഹം വാങ്ങിക്കുക. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പു തറവാടുകൾ. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടിയാൽ തറവാടുകൾ ഇതാ സമൃദ്ധിയിലേക്ക് എത്തും. എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യണം. പൂർവികരെ എപ്രകാരം തങ്ങളെ ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തി ആ രീതിയിൽ തന്നെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. അതിലൂടെ നല്ലൊരു നന്മകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതാണെന്ന് അറിയുക. മഹിത്വേദികസ്യ തുര്യസുരേജ ജനയ്ക്കും നിജശ്ചാപരി ഉഷ്ടതുഷ്ടേഹി. തനിക്ക് കൂടുതൽ മഹത്വം വരും 4-ൽ ശുക്രൻ വരുമ്പോൾ. ജനങ്ങൾ സന്തോഷിച്ചാലും കോപിച്ചാലും തനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കിയൽ പോഷയെ ജന്മത സ്വം ജനന്യ. അമ്മയുടെ ധനത്തെ വർദ്ധിപ്പിക്കും. തനിക്ക് ധാരാളം സമ്പത്ത് വരും. ഒരുപക്ഷെ പൂർവികമായ ഭൂമി ലഭിക്കും, അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് തനിക്ക് ലഭിക്കും,
അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ളവരുടെ സ്വത്തുകളൊക്കെ വാങ്ങി തൻ്റെ ഭൂമിയും തൻ്റെ വീടും തനിക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥിരതയിലേക്ക് നയിക്കുവാൻ ഈ സമയം പര്യാപ്തമാണ്. അധീന അർപ്പിത ഉപായേനേരൈവ പൂർണ്ണ. ഇവിടെ പലപ്പോഴും തൻ്റെ അധീനതയിലുള്ളവർ തനിക്ക് തരുന്ന സമ്പാദ്യം കൊണ്ട് താൻ പൂർണ്ണനാകും. എന്ന് വെച്ചാൽ തനിക്ക് ധാരാളം കാഴ്ചക്കുലകളും ഒക്കെ ആര് സമർപ്പിക്കും? തൻ്റെ അധീനത്തിലുള്ളവർ സമർപ്പിക്കും. അവർ തനിക്ക് ഉപഹാരങ്ങൾ തരും. അതിനാൽ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ വലിയ നല്ല സമയമാണ്. തങ്ങൾക്ക് പല രീതിയിലുള്ള സമ്മാനങ്ങൾ ഓഫറൊക്കെ ചെയ്ത് തങ്ങളെ സന്തോഷിപ്പിക്കാൻ തൻ്റെ കീഴിലുള്ളവർ അണികൾ ശ്രമിക്കുന്ന സമയമാണെന്ന് അറിയുക. ധനുരാശിക്കാർക്ക് സ്വതവേ 7-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അതിനാൽ വളരെ അനുകൂലമായ ഒരു 25 ദിവസക്കാലമാണ് ധനുരാശിക്കാർക്കെന്നറിയുക. നന്ദി, നമസ്തേ.